ഹലോ, നമുക്ക് ഇന്ന് ഒരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് പൈനാപ്പിൾ പച്ചടി. അപ്പോൾ നമുക്ക് നോക്കാം. പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക. എന്നിട്ട് അടുപ്പത്തേക്ക് വെള്ളം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പിന്നെ ശർക്കര ചീകിയിട്ടത്, പാകത്തിന് വെള്ളം ഒഴിക്കുക. അടച്ചു വെച്ച് വേവിക്കാൻ വെക്കുക. എന്നിട്ട് നമ്മുടെ കൂട്ടാണിത്. തേങ്ങ, കടുക്, ജീരകം, മുളക്. ഇതിൽ നമുക്ക് കടുക് മാത്രം സെപ്പറേറ്റ് വേണേലും ചതച്ചെടുക്കാം. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ചതച്ചെടുത്ത് നമ്മുടെ വെന്ത പൈനാപ്പിളിലേക്ക് ആഡ് ചെയ്യുക. ഇനി ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വെക്കുക, കാരണം തേങ്ങ വെന്ത് കിട്ടണമല്ലോ. ഇത് നല്ലപോലെ തേങ്ങ വെന്ത് കിട്ടിക്കഴിയുമ്പോൾ അതെടുത്ത് അടുപ്പത്തുനിന്ന് മാറ്റി തണുക്കാൻ വെക്കുക. അതേ അടുപ്പിൽ വെക്കില്ല. നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ തൈര്, അത് ഒന്നും ചെയ്യേണ്ട, തൈര് നേരെ പൊട്ടിച്ച് നമ്മുടെ ഈ കൂട്ടിലേക്ക് ആഡ് ചെയ്യുക. തൈര് ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് കടുക് താളിക്കാൻ എടുക്കുക. കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇതിട്ടാണ് നമ്മൾ താളിപ്പ് റെഡിയാക്കുന്നത്. എന്നിട്ടിപ്പോൾ ഈ ചേർത്ത് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് നമ്മുടെ താളിപ്പും കൂടെ ചേർത്ത് ഭംഗിയാക്കാം. താളിപ്പ് ചേർക്കുമ്പോൾ മാത്രമേ പൈനാപ്പിളിൻ്റെ രുചി കംപ്ലീറ്റ് ആകുകയുള്ളൂ. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് പൈനാപ്പിൾ പച്ചടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.